പ്രജിൻ സി കണ്ണൻ, ശരിക്കും ഈ വാർത്തയുടെ ടെൻഷൻ ലോകത്തുനിന്ന് മാറാൻ പ്രജിനെ പലപ്പോഴും പാട്ടും സംഗീതമൊക്കെ ഉപകരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു സംശയമുണ്ട്. ഞാനും പ്രേക്ഷകനായിട്ട് ഒരുപാട് കാലം ഇരുന്ന ആളാണ്. അപ്പോൾ എനിക്കും സംശയം തോന്നുന്നു, ഈ ഇടവേളയിൽ ഇവരൊക്കെ എന്ത് ചെയ്യുമായിരിക്കും? അപ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രജിൻ ഈ വാർത്തയുടെ ടെൻഷനൊക്കെ മാറിയിട്ട് പാട്ടൊക്കെ പാടി സീതാരാമ ഭക്തസഭ എന്നൊക്കെ പറഞ്ഞ് പാടി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അങ്ങനെയാണോ? എന്താണ് പ്രജിൻ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ വാർത്തയുടെ ഇടവേളയിൽ ചെയ്യുന്നത്? 3-4 മിനിറ്റ് ദൈർഘ്യം കിട്ടുമല്ലോ. അതെ, മൂളാറുണ്ട്, വല്ലപ്പോഴൊക്കെ പാട്ട് പാടാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തമാശയൊക്കെ പറയും. PCR നമുക്ക് എപ്പോഴും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ബ്രേക്കിനൊക്കെ പഴയ ഒരു അനുഭവം ഉണ്ട്, നമ്മളൊരു അവതാരപ്പുലി കാണിച്ചു കൊടുത്തതാ അല്ല, അതുപോലൊക്കെയുള്ള അത് മനസ്സിലുള്ളത് കൊണ്ട് അത്ര അങ്ങോട്ട് പോകാറില്ല. ഇല്ലല്ലേ? ഹാർമോണിയൊന്നും വായിക്കാറില്ല? ഇല്ലില്ല. നമ്മളും 1-2 പാട്ടൊക്കെ ഇങ്ങനെ മൂടാറുണ്ട്. ഈ വാർത്താമുറിയിൽ ഇരിക്കുമ്പോൾ ഏറ്റവും ഇടവേളകളിൽ കൂടുതൽ തവണ പാടിയ ആ പാട്ട് ഏതായിരുന്നു? ആരെങ്കിലും ഓർത്ത് പാടിയതാണോ? അങ്ങനെ ആരും ഓർത്ത് പാടാറില്ല. അവിടെ കയറി ഞാൻ ആരെയും ഓർക്കാറില്ല എന്ന് പറഞ്ഞു കളയരുത്. അപ്പൊ വരുന്ന പാട്ട്, മനസ്സിലേക്ക് വരുന്ന പാട്ട് എന്നാലും ഈ കൂടുതലും ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബുദ്ബുദം പോലെ പൊങ്ങി വരുന്ന പാട്ട് ഏതാ? അങ്ങനെ ഒരു പാട്ട്, ഏതോ ഒരു പാട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. പ്രജിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഇത്രയും കാൽപ്പനികത വിളയുന്നൊരു മനസ്സിലേ പാട്ട് സ്ഥിരമാകത്തില്ലേ? തീർച്ചയായിട്ടും കാൽപ്പനികത വിളയുന്നുണ്ടോ? ഉണ്ട്, അതെന്തുണ്ട്, വിളയുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ പാട്ട് ഏതാ? 2 ലൈനൊന്ന് പാടിയാൽ നമുക്ക് ഉന്മേഷിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്നും ഇങ്ങനെ മനസ്സിലേക്ക് ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു, തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. താങ്ക് യു.